ഗുഡ് മോർണിംഗ് മുത്തശ്ശ. ശിവ, മോൻ ശരിയായ സമയത്ത് തന്നെയാ വന്നിരിക്കുന്നത്. മോൻ ഇരിക്കെ, ഞാനൊരു പുതിയ രാഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. മോൻ അത് കേട്ടിട്ട് എന്റെ കൂടെ പാടൂ. ഓക്കെ മുത്തശ്ശ, പാടിക്കോളൂ. ആ എന്റെ മനസ്സിന്റെ രാഗം കേൾക്കൂ. ഓ കേൾക്കൂ ഞാൻ പാടാം. കേൾക്കൂ ഞാൻ പാടാം. കേൾക്കൂ ഞാൻ പാടാം. നീ എങ്ങനെ ഇവിടെ വന്നു? ഞാൻ ശിവയെ പഠിപ്പിക്കുകയായിരുന്നല്ലോ. എന്താ പറയാ, പാട്ട് പാടാൻ തുടങ്ങിയാല് പരിസരത്തിൽ എന്താ നടക്കണേന്ന് ഒരു ശ്രദ്ധയോ ഇല്ല. എന്താ ചെയ്യാ, നിങ്ങൾ കുറച്ചു നേരം മുമ്പല്ലേ എന്റെ കൈ പിടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിച്ചത്. പാട്ട് പഠിക്കുമെന്നും പറഞ്ഞ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തൊക്കെ ഐഡിയയായി ഒപ്പിക്കുന്നേ. സാരമില്ല, നിന്നെയും ഞാൻ പഠിപ്പിക്കാമല്ലോ. ഒരു ഗുരുവിന് എല്ലാ ശിഷ്യന്മാരും ഒരുപോലെയാ. ശ്രദ്ധിച്ചു കേൾക്കൂ. പാടും ഞാൻ കേട്ടോ. എന്ത് പറയാനാ, ഞാൻ എന്ത് പറയാനാ. ഭീംസിംഗ്, നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കയാ? ഇവിടെ മുത്തശ്ശിയാണല്ലോ പഠിച്ചുകൊണ്ടിരുന്നത്. അതെ മുത്തശ്ശ, ഞാൻ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മുത്തശ്ശനാണ് എന്നെ പാട്ട് പഠിപ്പിക്കാൻ വേണ്ടി കിച്ചണിന് വിളിച്ചു വരുത്തിയെന്ന്. നിങ്ങൾ എന്തോ കളിപ്പീര് കാണിക്കുന്നുണ്ട്. മുത്തശ്ശി മുത്തശ്ശനെ പറ്റിക്കായിരുന്നു കേട്ടോ. അത് ശരി, അതാണ് കാര്യം. ഭീംസിംഗ്, നീ വൈകുന്നേരം വരെ എന്റെ കൂടെ ഇരുന്ന് പാട്ട് പഠിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്ന് മുത്തശ്ശി എന്നെ രക്ഷിക്കണേ. മുത്തശ്ശനോടൊപ്പം പാട്ട് പാടേ വിട്ടോ. ഇന്നത്തെ പ്രധാന ന്യൂസ് കാണുക. ഇന്നലെ രാത്രി നമ്മുടെ വേദ സിറ്റി മുഴുവനും വന്യമൃഗങ്ങളുടെ ശല്യം കൂടിയിരിക്കുകയാണ്. വീട്ടിൽ വളർത്തുന്ന വളർത്തുമൃഗങ്ങളെ ഇവ കൊന്നു തിന്നുകയാണ്. ഇതിനെപ്പറ്റി നമ്മുടെ ഇൻസ്പെക്ടറായ ലഡ്ഡു സിംഗ് സാറിനോട് വിശദാംശങ്ങൾ അറിയുവാനായി നിങ്ങളും വളരെ ശ്രദ്ധിച്ചു കേൾക്കുവിൻ. ലഡ്ഡു സിംഗ് സാറേ, എല്ലാം പറയുവിൻ. അതെ, എന്ത് പറയാനാണ്. ഇവിടുന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ ഒരു സിംഹം വരാൻ ആലോചിക്കുകയാണെങ്കിൽ അവിടെ ഉള്ളവർ പറയും സിംഹം ഓടിക്കോ, അല്ലെങ്കിൽ ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗ് വരുമെന്ന്. അത് കേട്ട ഉടനെ ആ സിംഹം അവിടുന്ന് പെട്ടെന്ന് ഓടിപ്പോകും. ഇത് വളരെ ചെറിയൊരു മൃഗമല്ലേ, എനിക്ക് പേടില്ല. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോ, ഞാൻ അതിനിട്ട് പന്ത് കളിക്കാൻ പോണത്. നിങ്ങൾ കേട്ടില്ലേ? ലഡ്ഡു സിംഗ് സാറ് ഇവറ്റകളെ പിടിക്കുവാനായി വളരെ ഉത്സാഹരഹിതനാണ്. എല്ലാവരും ഉണർന്നിരിക്കൂ, ഉണർന്നിരിക്കൂ, ഉണർന്നിരിക്കൂ. ഈ വന്യമൃഗങ്ങളുടെ ശല്യം പേടിച്ചിട്ടാണ് വാതിലും ജനലും ഒക്കെ അടച്ചിട്ട് കിടന്നത്. ഇതിപ്പോ രാത്രിയിൽ ഇങ്ങനെ കൂവിയാൽ എങ്ങനെ കിടന്നുറങ്ങാനാ? വേഗം ചെന്നാ പറമ്പില് പോയി കൂവ്. ചെന്നായ വന്നേ, ഓടിക്കോ ഓടിക്കോ. എല്ലാരും ഓടിക്കോ, എല്ലാരും ഓടിക്കോ. പെടറാ വിട്ടോ, എല്ലാരും ഓടിക്കോ. പെടറാ, വണ്ടിയുടെ സ്പീഡ് കൂട്ട്. കടിക്കല്ലേ കടിക്കല്ലേ.
എടാ എടോ വല്ല നോക്കരുത്, നേരെ വണ്ടി വിട്ടോ. ഇങ്ങോട്ട് വേഗം. ഇന്നലെ നിങ്ങൾ ചെന്നൈയെ കുറിച്ചുള്ള ന്യൂസ് കേട്ടായിരുന്നോ? ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു വീട്ടിൽ വന്നിട്ട് അതൊരു ആടിനെ കടിച്ചുകൊണ്ട് പോയി. എന്താ ചെന്നൈയോ? അതെന്തിനാ ഈ സിറ്റിയിലേക്ക് വരുന്നത്? ചിലപ്പോ ചെന്നൈയെ പോലെ രൂപം ഇട്ടിട്ട് ഏലിയൻ ആയിരിക്കും വരുന്നേ. യൂടി, നിനക്ക് ഏലിയൻ അല്ലാതെ വേറെ ഒരു ചിന്തയും വരില്ലേ? അതൊക്കെ വിട് രേവാ. ഇപ്പൊ നമുക്ക് ആ ചെന്നായികളെ എങ്ങനെ പിടിക്കണമെന്നാണ് ആലോചിക്കേണ്ടത്. എനിക്കെന്താ തോന്നുന്നു വെച്ചാൽ നമ്മൾ എല്ലാവരും കൂടി രാത്രിയിൽ പെട്രോളിങ്ങിൽ ഇറങ്ങിയാലോ? പിന്നെ നമ്മുടെ ലഡു സിംഗ് സാറിനെയും വിളിക്കണം. ഓക്കേ ശിവ. ലഡു സിംഗ് സാർ. ആഹാ ശിവ പറഞ്ഞോ. ഓക്കെ ഓക്കെ ശരി ശിവ, ഞങ്ങൾ ഇപ്പൊ തന്നെ എത്തിക്കോളാം. ഈ ശിവ എന്നെ ചെന്നായുടെ ആഹാരമായി മാറ്റും. ഞാൻ എന്താ ചെയ്യാ? ലഡു സിംഗ് സാർ, നിങ്ങളും പേടേരം സാറും കൂടി ആ വഴിക്ക് പോക്കോളൂ. രേവ അണ്ടാതി, നിങ്ങൾ രണ്ടുപേരും ഈ വഴി കൂടി പൊക്കോളൂ. ആർക്കെങ്കിലും എന്തെങ്കിലും സൂചന കിട്ടിയാൽ മെയിൻ ക്രോസിംഗ് സിഗ്നലിലേക്ക് വരണം. ഓക്കെ ശിവ. ഇതെന്റെ ഡോഗി കുറയ്ക്കുന്ന ശബ്ദമാണല്ലോ യുടി. രേവ, ലഡു സിംഗ് സാർ, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ അടുത്തുള്ള റോഡിലേക്ക് വാ. ഡോഗി അപകടത്തിലാണ്. കം ഫാസ്റ്റ്. പേടാറാം, വണ്ടി അപ്പുറത്തേക്കുള്ള വഴിക്ക് വിട്ടോ. പക്ഷെ ആ ചെന്നായുടെ വഴിക്ക് മാത്രം പോകരുത്. ഓക്കെ സാർ. സോറി, നിനക്ക് ഇരയെ വേണമെന്നുണ്ടെങ്കിൽ കാട്ടിലേക്ക് പൊക്കോളൂ. ഇത് മനുഷ്യർ താമസിക്കുന്ന സ്ഥലമാണ്. ലഡു സിംഗ് സാറേ, ഈ ചെന്നായെ പിടിച്ച് എത്രയും പെട്ടെന്ന് ദൂരെയുള്ള കാട്ടിലേക്ക് കൊണ്ടുപോയി കളയണം. ശിവ, യു ഡോണ്ട് വറി. മൃഗങ്ങളെ പിടിക്കാൻ എനിക്ക് ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ മിടുക്കനാണ്. നീ എന്റെ ഐഡിയ കേട്ടോ കേട്ടോ. ഐഡിയ കുഴപ്പമില്ല, പക്ഷെ അപകടം പിടിച്ചതാണ്. ഞാൻ വളരെ ദൂരെ നിന്ന് നിങ്ങൾ നോക്കിക്കൊണ്ടിരുന്നോളാം. മോനെ ശിവ, വൈകുന്നേരം ആയ ഈ ജനലുകളും വാതിലുകളൊക്കെ അടച്ചിട്ടേക്കണം. ചെന്നായകൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടിട്ടില്ലേ? അവ എപ്പോഴാ വീട്ടിലേക്ക് കേറണേന്ന് അറിയില്ല മോനെ. ഗുഡ് നൈറ്റ്. ആ പേടാറാം, ഈ സ്ഥലത്ത് വെച്ച് വേണം നമുക്ക് ആ ചെന്നായെ ട്രാപ്പ് ചെയ്യാൻ. ഓക്കെ, ഈ ആടിന്റെ മുഖംമൂടി നീ ഇപ്പൊ ഇട്ടോ. ആ മൃഗം ശിവയുടെ ഡോഗിനെ പിടിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്നിരിക്കും. ഞാൻ ഈ മരത്തിന്റെ മുകളിൽ കയറി കൂടെ നോക്കിയിരുന്നോളാം. കേട്ടല്ലോ? നീ ആടിന്റെ വേഷം മാറി മേ മേ എന്ന് ഒച്ച വെക്ക്. അത് കേട്ട് ആ മൃഗം നിന്നെ കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഞാൻ മരത്തിന്റെ മുകളിൽ നിന്ന് ദാ അതിന്റെ മീതെ ഈ കൂടിട്ടോളാം. കൊള്ളാമോ? എങ്ങനെയുണ്ട് പ്ലാൻ? ഐ, എന്റെ ഫുൾ പ്രൂഫ് പ്ലാൻ നിനക്ക് ഇഷ്ടായോ? എന്നെ മുകളിലേക്ക് കൊണ്ടുപോകാനുള്ള സാറിന്റെ ഈ ഫുൾ പ്രൂഫ് പ്ലാൻ ഉണ്ടല്ലോ, എനിക്ക് ഇഷ്ടായി. പക്ഷെ ഒരു കാര്യമുണ്ട് സാറേ, എനിക്ക് ഈ ആടിനെ പോലെ മേ മേന്ന് ഒച്ച വെക്കാൻ അറിയില്ല. സാറിനത് അറിയാലോ സാർ. എടാ റാം, നീ ശരിക്കും വിവരമില്ലാത്തവനാണ്. എന്നാ കേട്ടോ, മേ, മേ. കലക്കി സാർ, കൊള്ളാം. സാർ ഈ ടാലന്റ് ഇത്രയും നാൾ എവിടെ ഒളിപ്പിച്ച് വെച്ചിരുന്നേ? ശരിക്കും ഒരു ആട്ടുകുട്ടിയുടെ ശബ്ദം കേട്ടതുപോലെ തന്നെ ഉണ്ട്. സാർ ഇതിനു മുമ്പ് ആക്ടിങ് ചെയ്തിരുന്നോ സാറേ? ആക്ടിങ്
എടോ ഞാൻ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോ എന്റെ അഭിനയം എല്ലാരും കണ്ടിട്ട് പറയും നമ്മുടെ വീട്ടിൽ നിന്ന് 50 കിലോമീറ്റർ വളരെ ദൂരെ പോയി നോക്കിയാലും ഇതുപോലത്തെ ഒരു ആക്ടറെ കാണാൻ കഴിയില്ലാന്ന്. അത്രയ്ക്ക് ഇഷ്ടാണ് എന്നെ, മനസ്സിലായോ? കൊള്ളാം സാറേ. എന്നാ പിന്നെ ഇന്നത്തെ മെയിൻ റോള് സാറ് തന്നെ അങ്ങ് ചെയ്താ പോരെ. ആട്ടുകുട്ടിയുടെ റോള് സാറിനെ പോലെ ചെയ്യാൻ ആർക്കും പറ്റില്ല. ഇത് പിടിച്ചോണോ സാറേ. സാർ ആ മൃഗത്തിനെ പിടിച്ചു കഴിഞ്ഞാൽ സാറിന്റെ മുഖം ടിവിയിൽ വരും, നാട് മുഴുവനും പാട്ടാവും. സാറിന്റെ അഭിനയത്തിന് ഒരുപാട് ആരാധകരുണ്ടാവും. ശരിയല്ലേ സാറേ? ഞാനൊരു പട്ടാളക്കാരനെ പോലെ മരത്തിന്റെ മുകളിൽ ഇരുന്നോളാം. ചെന്നായ വന്നതും ആ കൂടിട്ടിട്ട് അതിനെ പിടിച്ചോളാം. ഓക്കേ? പേടാറാം, നീ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ തന്നെ ആ വേഷട്ടോളാം. ലഡു സിംഗ് സർ, അഥവാ ചെന്നായ വേറെ വഴിക്ക് വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? ശിവ, ഞാൻ അതിനെ കുറിച്ച് ആലോചിച്ചു പോലില്ല. ഞാൻ വരും കാട്ടിലേക്കുള്ള വഴിയെ കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ. വേണ്ട, ഈ പ്ലാൻ ക്യാൻസൽഡ്. സാറേ, ഈ പ്ലാൻ അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ദാ ഈ ചെന്നായ സാറിന്റെ പുറകെ തന്നെ വന്ന് നിൽപ്പുണ്ട്. എന്തൊരു ഉത്സാഹം! ഇതുപോലത്തെ ലഡു സിംഗിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇവിടെ ഈ ഭാഗത്തേക്ക് വാ. ലഡു സിംഗ് സാറേ, ഇനി ആ ചെന്നായ എന്നെ വിടുന്നു തോന്നുന്നില്ല. കാരണം അതിന്റെ ഇരയെ ഞാൻ രക്ഷിച്ചല്ലോ. എന്നോട് വൈരാഗ്യം തീർക്കാൻ നോക്കും, അത് വീണ്ടും വരും. എന്തൊരു നാണം കെട്ട ജന്തുവാ! വിളിക്കാതെ തന്നെ വീണ്ടും വീണ്ടും വന്നോണ്ടിരിക്കുന്നു. അതിനെ വരാൻ അനുവദിക്കരുത്. അതെന്തായാലും വരട്ടെ. ഈ പ്രാവശ്യം വേദനഗരത്തിൽ ഒരു എക്സിബിഷൻ നടക്കുന്നില്ലേ, അവിടെ വെച്ച് അതിനെ ട്രാപ്പ് ചെയ്യാം. വേദ സിറ്റിയിലുള്ള എക്സിബിഷനിലോ? അതെ, എന്റെ പ്ലാൻ നിങ്ങൾ കേൾക്കൂ. ആ ചെന്നായ എന്റെ വീടിന്റെ ടെറസിന്റെ മുകളിൽ തന്നെയുണ്ട്. നീ ഭയങ്കര സൂത്രക്കാരനാണ്. രവ, ഇപ്പൊ ഈ ചെന്നായ ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, കൂടെ അതിന്റെ കൂട്ടങ്ങളെയും കൂടിയിട്ടുണ്ട്. എന്താ കൂട്ടുകാരെ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്റെ പുറകെ വന്ന് ശല്യം ചെയ്യുന്നത്? അത് എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നായ്ക്കുട്ടിയായിരുന്നു. അതിനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? ഐ തിങ്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. Come on then.
എന്തായാലും ഞാൻ ഉദ്ദേശിച്ച സ്ഥലം വരെ നിങ്ങൾ വന്നേ പറ്റൂ. സാറേ ഞാൻ വന്നേ വരാൻ. എങ്ങനെയുണ്ട്? കുടുങ്ങിയില്ലേ? വലിയ കാര്യത്തിൽ ലഡ്ഡു സിംഗിന്റെ പരിധിയിൽ വന്നിരിക്കാണ്. ഹൈ, ഇനി അവിടെ തന്നെ ഇരുന്ന് മൂങ്ങിക്കൊണ്ടിരുന്നോ? ഞാനും നിങ്ങളുമായി ഏറ്റുമുട്ടിയിരുന്നു എങ്കിൽ ഇപ്പൊ എന്താ സംഭവിച്ചിട്ടുണ്ടാവാ? വേണ്ട, പിടിക്കേ, രക്ഷിക്കണേ, കടിക്കലേ കടിക്കലേ, വിട് എന്നെ വിടാൻ. ഇൻസ്പെക്ടർ ലഡ്ഡു സിംഗിന്റെ പാന്റ് കടിച്ചെടുത്തുവല്ലേ? ഞാൻ ശരിക്കും ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട്. ലഡ്ഡു സിംഗ് സർ, നിങ്ങളാണ് ചെന്നായികളെ പിടിച്ചത്. ഞാൻ ഇവിറ്റങ്ങളൊക്കെ എങ്ങനെ പിടിച്ചത് ശിവ? നീയല്ലേ ഇവിറ്റങ്ങളെ പിടിച്ചത്? താങ്ക് യു ശിവ. പക്ഷെ ഞാനെങ്ങാനും ടിവിയിൽ ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇവിറ്റങ്ങളെ പിടിച്ചത് ഞാനാണെന്ന് പറഞ്ഞ നീ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ.